ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ സീസൺ 4ലെ 5ാമത്തെ എപ്പിസോഡാണ്. സോ ഇതിനു മുൻപുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത് ടുട്ടു FF, രണ്ടാമത്തത് മുഹമ്മദ്, മൂന്നാമത്തത് ഇൻസ്റ്റാ വൈറ്റി, നാലാമത്തത് JR ഹസൽ, അഞ്ചാമത്തത് നിതിൻ സംഗീത്, ആറാമത്തത് മല്ലു സോറോ. ഇതിലെ ടുട്ടു FF നമ്മുടെ ചാനലിലെ ഒരു ടോപ്പ് കമന്റർ ആണ്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 6 പേർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനലിലുള്ള ബാക്കിയുള്ളവരും വിഷമിക്കേണ്ട, അവർക്ക് ഇനിയും അവസരമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ സെലക്ട് ചെയ്ത് അടുത്തൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മിറ്റ്സൂരി ടാൻജിറോയ്ക്ക് തിന്നാൻ വേണ്ടി പാൻകേക്കിന്റെ മുകളിൽ തേൻ ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ ടാൻജിറോയ്ക്ക് അതെങ്ങനെ തിന്നണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് മിറ്റ്സൂരി അതിൽ നിന്നൊരു കഷ്ണം മുറിച്ച് ടാൻജിറോയ്ക്ക് കൊടുക്കുന്നു. അത് തിന്നുന്ന ടാൻജിറോയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമായി. എന്നിട്ട് മിറ്റ്സൂരി ടാൻജിറോയോട് പറയും, എന്നാ ശരി ടാൻജിറോ, നീ ഇത് തിന്നു കഴിയുമ്പോൾ ഞാൻ ഈ തരുന്ന ഡ്രസ്സ് നീ ഇടണം. അതിനുശേഷം കാണിക്കുന്നത് മിറ്റ്സൂരി കൊടുത്ത ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന കുറച്ച് ഡീമൺ സ്ലേയേഴ്സിനെയാണ്. അവർക്ക് ഈ പെൺകുട്ടികളുടെ ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ നാണം വരുന്നുണ്ട്. പക്ഷെ ടാൻജിറോയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൻ എന്തിനും റെഡിയാണ്. ഇപ്പം മിറ്റ്സൂരി അവിടെയുള്ള എല്ലാവരോടും പാട്ടിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. കാലുകൾ ഉയർത്തി, കൈകൾ നീട്ടി, കറങ്ങി തിരിഞ്ഞ്, അങ്ങനെയൊക്കെ ഒരുപാട് ട്രെയിനിങ്. അതൊക്കെ ചെയ്ത് കഴിയുന്ന ഡീമൺ സ്ലേയേഴ്സിനോട് മിറ്റ്സൂരി പറയും, ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് നിങ്ങളുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ മൂവ്മെന്റ്സ് ഒന്നുകൂടെ ഷാർപ്പാക്കി എടുക്കാൻ സഹായിക്കും. എങ്കിൽ ശരി, നമുക്ക് നല്ലതുപോലെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ചെയ്യാം. അങ്ങനെ എല്ലാ ഡീമൺ സ്ലേയേഴ്സും അവർക്ക് കഴിയുന്ന രീതിയിൽ അവരുടെ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ടാൻജിറോയും മറ്റൊരു ഡീമൺ സ്ലേയറും നിലത്തിരുന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മിറ്റ്സൂരി വന്നിട്ട് പറയും, ഓ ഇത് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മിറ്റ്സൂരി ടാൻജിറോയെ മാറ്റി നിർത്തി മറ്റേ ഡീമൺ സ്ലെയറിന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. അപ്പോൾ സ്ട്രെച്ചിങ് ഒന്നും തുടങ്ങാത്തതുകൊണ്ട് ആ ഡീമൺ സ്ലെയർ പതുക്കെ ചിരിക്കുന്നുണ്ട്. എന്നാൽ ആ ചിരി പതിയെ മായും. മിറ്റ്സൂരി അവന്റെ കാലിൽ ചവിട്ടി 2 ഭാഗത്തേക്ക് അങ്ങ് സ്ട്രെച്ച് ചെയ്ത് വിടും. വേദന കാരണം ഡീമൺ സ്ലെയർ അല്ലറി വിളിക്കും. ഇത് കണ്ട് അടുത്ത് നിൽക്കുന്ന ടാൻജിറോ, ഇത് സ്ട്രെച്ചിങ് ഒന്നുമല്ല, ഇത് അതിനേക്കാൾ എന്തോ വലിയ ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന ടാൻജിറോയെ മിറ്റ്സൂരി അടുത്തതായിട്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വിളിക്കും. നിലത്തിരിക്കുന്ന ടാൻജിറോ പേടിച്ചുകൊണ്ട്, ഇത് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് അല്ല, ഇത് നരകമാണ്. പെട്ടെന്ന് മിറ്റ്സൂരി അവന്റെ കാലിൽ ചവിട്ടി സ്ട്രെച്ച് ചെയ്യും. അതിന്റെ കൂടെ കേൾക്കുന്നത് ടാൻജിറോയുടെ ഒരു വലിയ അലർച്ചയാണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം മിറ്റ്സൂരിയുടെ അടുത്തുള്ള ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ടാൻജിറോ അടുത്തതായിട്ട് ട്രെയിനിങ്ങിന് പോകുന്നത് ഇഗ്രോ ഒബനായിയുടെ അടുത്തേക്കാണ്. ടാൻജിറോ കമാഡോ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓ, ഞാനും നിങ്ങളുടെ കൂടെ ട്രെയിനിങ്ങിന് വേണ്ടി. മിണ്ടരുത്, മിണ്ടിയായി ഞാൻ നിന്നെ കൊന്നുകളയും. മിറ്റ്സൂരി നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവളുടെ കൂടെയുള്ള നിന്റെ ട്രെയിനിങ് നിനക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടെന്ന്. എന്താ, നിനക്കത് ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ ഒരു പാസ്റ്റ് കാണിക്കുന്നു. ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒബനായിക്ക് മിറ്റ്സൂരിയുടെ അടുത്ത് നിന്ന് ഒരു ലെറ്റർ വരുന്നു. ഒട്ടും സമയം കളയാതെ ഒബനായി ആ ലെറ്റർ വായിച്ചു നോക്കുന്നു. മിസ്റ്റർ ഒബനായി, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഞാൻ ഇന്നത്തെ ട്രെയിനിങ്ങിന് ശേഷം ടാൻജിറോയുടെ കൂടെ ഒരു ചായ കുടിച്ചു. ഈ ടാൻജിറോ ഇല്ലേ, അവൻ എന്തെങ്കിലും മധുരമുള്ളത് തിന്നുമ്പോഴോ കുടിക്കുമ്പോഴോ അവനെ കാണാൻ നല്ല രസമാണ്. അവനൊരുമാതിരി മരിച്ച സ്വർഗത്തിലെത്തിയതുപോലെ ആവും. അവൻ ആളൊരു അടിപൊളിയാണ്. ഇത് വായിക്കുന്നതോടുകൂടെ ഒബനായിക്ക് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ പ്രസന്റില് ഒബനായി ടാൻജിറോയോട് പറയും, ഞാൻ മിറ്റ്സൂരിയെ പോലെ ആളത്ര സോഫ്റ്റ് അല്ല, നിനക്ക് മനസ്സിലായോ? അത് കേൾക്കുന്ന ടാൻജിറോ അവന്റെ മനസ്സിൽ പറയും, ഇദ്ദേഹത്തിന് എന്നെ കണ്ടെന്ന് മുതലേ തീരെ ഇഷ്ടമില്ല, എന്തിനാണോ ഇദ്ദേഹം എന്നെ വെറുക്കുന്നത്? ശേഷം ഒബനായി ട്രെയിനിങ്ങിന് വേണ്ടി ടാൻജിറോയെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അതിന്റെ അകത്ത് ടാൻജിറോ കണ്ടത് ഓരോരോ ഡീമൺ സ്ലേയേഴ്സിനെയായിട്ട് ഓരോരോ മരത്തിൽ തലകീഴായും നേരെയും തിരിച്ചുമൊക്കെ കെട്ടിവെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഒബനായി പറയും, ഈ കാണുന്ന തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നീ നിന്റെ വാള് വീശണം. അങ്ങനെ നിനക്ക് നിന്റെ സോഡ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പൊ ടാൻജിറോ അവിടെ കെട്ടിവെച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഒബനായിയോട് ചോദിക്കും, നിങ്ങൾ ഈ കെട്ടിവെച്ചിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തവരാണോ? അതെ, ഇവരെല്ലാവരും തെറ്റ് ചെയ്തവരാണ്. ഇവര് ചെയ്ത തെറ്റ് ഇവര് വീക്കായിട്ടിരിക്കുന്നത്. അടുത്ത തെറ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിക്കാത്ത തെറ്റ്. അടുത്ത തെറ്റ് എന്റെ സമയം കളഞ്ഞതിന്, അതിന്റെ കൂടെ എന്നെ ബുദ്ധിമുട്ടിച്ചതിന്. അത് കേൾക്കുന്ന ടാൻജിറോ, ഓ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ഇപ്പൊ ഒബനായി ടാൻജിറോയ്ക്ക് ഒരു വാള് കൊടുക്കുന്നു. നീ ഇങ്ങോട്ട് നോക്ക്, ഞാനിത് നിനക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ ഒബനായി അവന്റെ കയ്യിലുള്ള വാള് വെച്ച് അവിടെ കെട്ടിവെച്ചിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സിന്റെ നടുവിലായിട്ട് വെട്ടും. അതും അവരുടെ ദേഹത്തൊരു പോറൽ പോലും പറ്റാതെ. ഇത്രയും സ്പീഡിൽ ഈ കെട്ടിവെച്ചിരിക്കുന്ന
പിടിച്ചിരിക്കുന്ന ഡീമൺ സ്ലേസിന്റെ നടുവിലൂടെ വെട്ടാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? എന്നിട്ട് ഒബനായി ടാൻജിറോയോട് അതുപോലെ ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ടാൻജിറോ വെട്ടാൻ വേണ്ടി വാള് പിടിച്ചു നിൽക്കുമ്പോൾ ആ ഡീമൺ സ്ലേസ് അവരുടെ മനസ്സിൽ പറയുന്നത് ടാൻജിറോ കേൾക്കും. ഞങ്ങളെ വെട്ടരുത്, ഞങ്ങളെ വെട്ടരുത്. അത് കേൾക്കുമ്പോൾ ടാൻജിറോയുടെ കൈ ആകെ വിറയ്ക്കും. എന്നാലും ടാൻജിറോ പതിയെ പതിയെ ഓരോരോ ഭാഗത്തായിട്ട് ഡീമൺ സ്ലേസിന്റെ ശരീരത്തൊന്നും തട്ടാതെ വെട്ടുന്നു. ഇത് കണ്ട് ഒബനായി പറയും, നീ എന്താ ഈ ചെയ്യുന്നേ? നീ ഇതിനെയാണോ ട്രെയിനിങ് എന്ന് പറയുന്നത്? ഇനി ഞാൻ ഇവിടെ നിൽക്കാം, നീ എന്നെ വെട്ട്. അങ്ങനെ ടാൻജിറോ ഒബനായിയെ വെട്ടാനായിട്ട് വാള് വീശുമ്പോ മുൻപിൽ കെട്ടിവെച്ചിരിക്കുന്ന ഡീമൺ സ്ലെയർ എന്നെ വെട്ടരുതെന്ന് പറയും. അത് കേട്ട് ടാൻജിറോയ്ക്ക് ഒബനായി അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒബനായി പെട്ടെന്ന് ടാൻജിറോയുടെ വയറിനിട്ട് കുത്തി. ആ കുത്തിൽ തളർന്നു പോകുന്ന ടാൻജിറോ വീണ്ടും എഴുന്നേൽക്കും. എന്നിട്ട് സൈഡിലേക്ക് ഓടി ഒബനായി അറ്റാക്ക് ചെയ്യാൻ കത്തി വീശുമ്പോഴേക്കും ഒബനായി വീണ്ടും ടാൻജിറോയുടെ വയറിനിട്ട് കുത്തി. എന്നിട്ട് പറയും, നീ വളരെ സ്ലോ ആണ്. ഇത് കേൾക്കുന്ന ടാൻജിറോ വിചാരിക്കും, മിസ്റ്റർ ഒബനായിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഡീമൺ സ്ലേസിനെ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇപ്പൊ ഒബനായി ടാൻജിറോയോട് എഴുന്നേറ്റ് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയും. ശേഷം ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ടാൻജിറോ ഈ ബുദ്ധിമുട്ടുള്ള ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ മരത്തിന്റെ വാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഇത് ഇവരുടെ ദേഹത്ത് തട്ടിയാൽ നല്ലതുപോലെ പരിക്ക് പറ്റും. മിസ്റ്റർ ഒബനായി എന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പാവൻ ഡീമൺ സ്ലേസിന്റെ ഇടയിലൂടെ ഓടണം. പക്ഷെ അത് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ വാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നത് വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിരിക്കും. വാൾ എവിടുന്നാണ് വരുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ മരത്തിന്റെ വാളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇദ്ദേഹത്തിന്റെ വാള് മാത്രം എങ്ങനെ വളയുന്നു? ഓരോ അറ്റാക്കും വരുന്നത് ഡീമൺ സ്ലേസിന്റെ ഇടയിലൂടെയുള്ള ചെറിയ ഗ്യാപ്പിലൂടെയാണ്. അതൊരു തരം പാമ്പിനെ പോലെ. അതിന്റെ കൂടെ ഈ ഡീമൺ സ്ലേസ് കരയുന്നത് കൂടെ ആവുമ്പോൾ എനിക്കൊന്നും കേൾക്കാൻ പോലും കഴിയുന്നില്ല. പെട്ടെന്ന് ഒബനായി ടാൻജിറോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് പറയും, ഇങ്ങനെ മടിച്ചു നിൽക്കല്ലടാ ഉപയോഗമില്ലാത്തവനെ. അതിന് ടാൻജിറോ അവന്റെ മനസ്സിൽ, ഇതുപോലെയുള്ള ഒരു ടെൻഷൻ എനിക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഞാൻ ഇനിയും നല്ല ഷാർപ്പായി നല്ല ശ്രദ്ധയോടെ വേഗത്തിൽ വാളുകൊണ്ട് വെട്ടിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ ഇനിയും കൂടുതൽ വഷളാവും. അതിനുശേഷം കാണിക്കുന്നത് വൈകുന്നേരം എല്ലാ ഡീമൺ സ്ലേസിനെയും കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു. പക്ഷെ ടാൻജിറോ മാത്രം വീണ്ടും ട്രെയിനിങ് ചെയ്യുന്നു. അത് കാണുന്ന ഒരു ഡീമൺ സ്ലെയർ ടാൻജിറോയോട് ചോദിക്കും, ടാൻജിറോ, നിനക്ക് ഹാഷിരയുടെ കൂടെയുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ടും വീണ്ടും എങ്ങനെയാണ് നിനക്കത് ചെയ്യാൻ കഴിയുന്നത്? അതിന് കാരണം എനിക്ക് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവാൻ ആഗ്രഹമില്ല. അത് കേൾക്കുന്ന ഡീമൺ സ്ലേയേഴ്സ്, എങ്കിൽ ശരി, ഞങ്ങൾ നിന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ട്രെയിനിങ് ചെയ്യുന്നു. ശേഷം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് രാത്രി അവരെല്ലാവരും ചേർന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നിൽക്കുമ്പോൾ ടാൻജിറോ പറയും, ഇത് നമ്മുടെ മുറിവുകൾ കൂടുതൽ വേദനയുണ്ടാകും. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും ചേർന്ന് ആ ചൂടുവെള്ളത്തിലേക്ക് ചാടുന്നു. ആ സമയത്ത് അവിടെ നിന്ന് കേൾക്കുന്നത് എല്ലാവരുടെയും ഒരു കൂട്ട കരച്ചിലാണ്. അങ്ങനെ പിറ്റേ ദിവസമാവുന്നു. ടാൻജിറോയുടെ ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒബനായി ടാൻജിറോയോട് പറയും, നീ ഇനിയും ഇത്രയും സ്ലോ ആണെങ്കിൽ പിന്നെ ഈ ട്രെയിനിങ് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അത് കഴിഞ്ഞ് രാത്രി ടാൻജിറോ വീണ്ടും ചൂടുവെള്ളത്തിലേക്ക് ചാടുന്നു, ഒരു ചെറിയ കരച്ചിലോടെ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ടാൻജിറോ വീണ്ടും ചൂടുവെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ ഇത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം ടാൻജിറോയുടെ ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ടാൻജിറോ ഒബനായിയുടെ അടുത്ത് നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഒബനായി ടാൻജിറോയോട് പറയും, എന്താ ഇത്, നീ എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? അത് കഴിഞ്ഞ് ടാൻജിറോ പെട്ടെന്ന് ഒബനായി അറ്റാക്ക് ചെയ്തു. എന്നാൽ അത് നേരെ കൊണ്ടത് ഒരു ഡീമൺ സ്ലെയറിനെ കെട്ടിവെച്ച മരത്തിലാണ്. ഇപ്പോൾ ടാൻജിറോ ചിന്തിക്കും, ഈ ഒരു ട്രെയിനിങ്ങിൽ ബാക്കിയുള്ളവയെ ഒഴിവാക്കി മിസ്റ്റർ ഒബനായിയെ മാത്രം ശ്രദ്ധിക്കണം. യഥാർത്ഥ യുദ്ധത്തിൽ കത്തി ഒരു മരത്തിലോ പാറയിലോ തട്ടിയാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തടസ്സങ്ങളെ മറികടന്ന് വാള് വീശണം എന്ന് പറഞ്ഞ് ടാൻജിറോ അവൻ നിൽക്കുന്നത് ഒരു കാട്ടിലാണെന്ന രീതിയിൽ സങ്കല്പിക്കും. അവന്റെ മുൻപിൽ ഇപ്പോൾ ഒരേ ഒരു എതിരാളി മാത്രമേ ഉള്ളൂ, മിസ്റ്റർ ഒബനായി. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഫൈറ്റിനിടയിൽ ടാൻജിറോ ചിന്തിക്കും, എനിക്ക് ആദ്യത്തേക്കാൾ കൂടുതൽ സ്പീഡിൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ശേഷം ടാൻജിറോ ഒബനായിയുടെ എല്ലാ അറ്റാക്കിൽ നിന്നും മാറി അവസാനം ചാടി വന്ന് അറ്റാക്ക് ചെയ്ത് ഒബനായിയുടെ ഡ്രസ്സിന്റെ ഒരു ഭാഗം അവന്റെ കത്തി കൊണ്ട് കീറും. ടാൻജിറോയുടെ അറ്റാക്കിൽ ഒബനായിയുടെ ഡ്രസ്സ് കീറിയത് കൊണ്ട് ഒബനായി പറയും, നിന്റെ ട്രെയിനിങ് ഇവിടെ അവസാനിച്ചു. ശേഷം അടുത്ത ട്രെയിനിങ്ങിലേക്ക് പോകാൻ നിൽക്കുന്ന ടാൻജിറോ ഒബനായിയോട് നന്ദി പറയും. അതിന് ഒബനായി, ആ ശരി, വേഗം ഇവിടെ നിന്ന് പോയി ചാവ്. അതുപോലെ നീ മിറ്റ്സൂരിയോട് സംസാരിക്കുന്നത് ഇവിടെ വെച്ച് നിർത്തിക്കോ. അത് കേൾക്കുന്ന ടാൻജിറോ, ഇദ്ദേഹം എന്തിനാണ് എന്നെ ഇങ്ങനെ വെറുക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതിനുശേഷം ടാൻജിറോ സനമയുടെ അടുത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പതുക്കെ നടന്നു പോകുമ്പോൾ അവന്റെ കാക്ക ടാൻജിറോയോട് പറയും, നീ എന്തൊരു മണ്ടനാടാ, നീ പോകേണ്ടത് ഈ വഴിയല്ല മറ്റേ വഴിയാണ്. അങ്ങനെ കാക്ക പറഞ്ഞത് കേട്ട് ടാൻജിറോ മറ്റേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുൻപിലേക്ക് സെനിറ്റ്സു ചാടി വീണ സെനിറ്റ്സു അലറി വിളിച്ചുകൊണ്ട് പറയും, ടാൻജിറോ, എന്നെ ഒന്ന് രക്ഷിക്കടാ പ്ലീസ്. ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്ക്. ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്കിനി ഒരിക്കലും ഇവിടെ നിൽക്കണ്ട പ്ലീസ്, എന്നെ ഒന്ന് കൊണ്ടുപോ. ഞാനൊരു പല്ലിയെ പോലെ മതിലൊക്കെ പിടിച്ച് ചുമരിലൊക്കെ കയറിയാണ് ഇവിടേക്ക് വന്നത്. ഇതെന്റെ ജീവന്റെ കാര്യമാണ്. ഞാൻ മരിക്കണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോ എന്ന് സെനിറ്റ്സു വളരെ പേടിയോടെ പറയുമ്പോ പെട്ടെന്ന് അവന്റെ പുറകിൽ സനമി വന്നു. സനമി എന്നിട്ട് അവന്റെ തലയിൽ പിടിച്ചിട്ട് പറയും, നിനക്ക് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നെങ്കിൽ ട്രെയിനിങ്ങിന് വരുന്നത്, അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് നീ മരിക്കുന്നത്. പ്ലീസ് എന്നെ വെറുതെ വിട്, ഞാൻ നിന്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞ് സെനിറ്റ്സു കരയുമ്പോ സനമി അവന്റെ കഴുത്തിനിട്ട് അടിച്ച് അവനെ ബോധം കെടുത്തി. എന്നിട്ട് സനമി ടാൻജിറോയോട് പറയും, അവനെ തൂക്കിയെടുത്തിട്ട് വാ. അത് കേട്ട് ടാൻജിറോ സെനിറ്റ്സുവിനെ എടുത്ത് സനമിയുടെ പുറകിലൂടെ പോകും. ഞാൻ നിങ്ങളെ കുറെ ആയി കണ്ടിട്ട് നിങ്ങളുടെ കൂടെയുള്ള എന്റെ ട്രെയിനിങ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ ഞാൻ
നിന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? അത് കേട്ട് ടാൻജിറോ പറയും, അതൊന്നും എനിക്കൊരു വിഷയമല്ല, ഞാനും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, കാരണം നിങ്ങൾ എന്നെ നെസുകോയെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടാൻജിറോ ഒരു കുലുക്കവും ഇല്ലാതെ നടന്നു പോകും. അതിനുശേഷം സനമി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടാൻജിറോ അവന്റെ മനസ്സിൽ പറയും, മിസ്റ്റർ സനമിയുടെ ട്രെയിനിങ് വളരെ ബുദ്ധിമുട്ടാണ്. എന്നോട് സെനിറ്റ്സു ആദ്യം വന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതൊരു ചെറിയ സ്ട്രൈക്കിംഗ് ട്രെയിനിങ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മിസ്റ്റർ സനമിയെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അടുത്തത് എല്ലാ ഡീമൺ സ്ലേഴ്സിനെയും അദ്ദേഹം ചോര തുപ്പിച്ചു. ഞങ്ങൾ ഛർദ്ദിച്ചു, ബോധം കെട്ട് വീണു. ഇതിനേക്കാളും നല്ലത് മിസ്റ്റർ ഒബനായി ആയിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹം ഞങ്ങൾക്ക് ചെറിയ ബ്രേക്കെങ്കിലും തരുമായിരുന്നു. പക്ഷെ ഇവിടെ അതുപോലും ഇല്ല. അത് കഴിഞ്ഞ് സെനിറ്റ്സു എന്റെ അടുത്തേക്ക് വന്ന് എന്നെ ഒരുപാട് ചീത്ത പറയാൻ തുടങ്ങി. അവന്റെ അച്ഛന്റെ അമ്മയുടെയും മരണത്തിന് കാരണം ഞാനാണെന്ന രീതിയിൽ അവൻ എന്നെ ചീത്ത പറഞ്ഞു. അതുപോലെ മിസ്റ്റർ സനമി എന്റെ അടുത്ത് എപ്പോഴും ദേഷ്യത്തിലാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ട്രെയിനിങ്ങിൽ ഒരു സെക്കൻഡ് എന്റെ ശ്രദ്ധ മാറിയാൽ അതൊരു വലിയ മുറിവിന് കാരണമാവും. അങ്ങനെ വീണ്ടും ഞാനൊരു പുതിയ ചികിത്സയ്ക്ക് പോവേണ്ടി വരും. പെട്ടെന്ന് സനമി അവന്റെ കൈ വെച്ച് ടാൻജിറോയെ അടിച്ച് താഴേക്കിടും. അതിനുശേഷം കാണിക്കുന്നത് ട്രെയിനിങ് കഴിഞ്ഞ് മുറിവൊക്കെ പറ്റി നടന്നു വരുന്ന ടാൻജിറോയാണ്. അടികിട്ടി ചതഞ്ഞ് എന്റെ ദേഹത്തിന്റെ സ്വന്തം ഛർദിയായി. ഹോ, എന്തൊരു കഷ്ടം. ഇങ്ങനെ വരുന്ന ടാൻജിറോയ്ക്ക് പെട്ടെന്ന് ഗെന്നിയുടെ സൗണ്ട് കേൾക്കുന്നു. അതെന്താണെന്ന് ടാൻജിറോ നോക്കുമ്പോ ഗെന്യ പറയും, ചേട്ടാ അവിടെ നിൽക്ക്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് ഇതുവരെ ഇത് നിർത്താനായിട്ടില്ലേ? എനിക്കൊരു അനിയനില്ല. നീ ഇനി ഇതും പറഞ്ഞ് എന്റെ പുറകിലൂടെ വന്നാ ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും. ഇതൊക്കെ പുറകിൽ നിന്ന് കേൾക്കുന്ന ടാൻജിറോ വിചാരിക്കും, സത്യത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഇങ്ങനെയാണോ? പക്ഷെ ഞങ്ങൾ ഇങ്ങനെ അല്ലല്ലോ. ഇപ്പൊ സനമി ഗെന്നിയോട് പറയും, നീ എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് നിർത്തിക്കോ. നിന്റെ കണ്ണ് കണ്ടാലേ അറിയാം നിനക്കൊരു കഴിവുമില്ല എന്ന്. അതുകൊണ്ട് ഡീമൺ സ്ലെയർ കോർപ്പിൽ നിന്ന് നിർത്തിപ്പോ. നിനക്കൊരു ബ്രീത്തിങ് സ്റ്റൈൽ പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ സ്വന്തമായി ഒരു സ്പോർട്സ്മാൻ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. നീ ഒരു ഡീമൺ സ്ലെയർ അല്ല എന്ന് പറഞ്ഞ് സനമി പോവാൻ നിൽക്കുമ്പോ ഗെന്നി പറയും, ചേട്ടാ അവിടെ നിൽക്ക്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് ക്ഷമ പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എനിക്കതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് സനമി പോകുമ്പോ ഗെന്നി പറയും, പക്ഷെ ഞാൻ ഫൈറ്റിംഗിൽ വെച്ച് ഡീമൺസിനെ തിന്നിട്ടുണ്ട്. എന്ത് ഡീമൺസോ എന്ന് പറഞ്ഞ് സനമി നിലത്തേക്കിട്ട് ഒരൊറ്റ ചവിട്ട്. ആ ഒരു ചവിട്ടിൽ തന്നെ ടാൻജിറോയും ഗെന്നിയും കിഡിങ്ങി വിറയ്ക്കും. നീ ഡീമൺസിനെ തിന്നോ എന്ന് പറഞ്ഞ് സനമി ഗെന്നിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടി വരുന്നു. അവന്റെ കണ്ണ് രണ്ട് കുത്തിപ്പൊട്ടിക്കാനായിട്ട് അടുത്തേക്ക് എത്തുമ്പോഴേക്കും ടാൻജിറോ ഓടി വന്ന് ഗെന്നിയെ പിടിച്ചു മാറ്റും. പക്ഷെ ഗെന്നിയുടെ മൂക്കിൽ ഒരു മുറിവായി. ഇതേ സമയത്ത് പുറത്ത് കുറച്ച് ഡീമൺ സ്ലേയേഴ്സും സെനിറ്റ്സും ഇരുന്ന് സംസാരിക്കും. ഇനി എത്ര ദിവസം ഉണ്ടാവും ഈ ഒരു ട്രെയിനിങ്? പെട്ടെന്നാണ് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ടാൻജിറോയും ഗെന്നിയും പുറത്തേക്ക് വന്ന് വീഴുന്നത്. അവൻ വന്നു, ആ കണ്ണീച്ചോര ഇല്ലാത്തവൻ വന്നടാ. എല്ലാവരും നിലത്തേക്ക് ചത്തതുപോലെ കിടക്കണം മണ്ടന്മാരെ. നിൽക്ക്, ഇത് ടാൻജിറോ അല്ലേ? എടാ മണ്ട ടാൻജിറോ, നീ എന്താ ഈ ചെയ്തേ? നീ മരിക്കാൻ പോവാണ്. നീ എന്തിനാ ഈ ബിൽഡിംഗ് നശിപ്പിച്ചേ എന്ന് സെനിറ്റ്സു വിചാരിച്ചു നിൽക്കുമ്പോ പെട്ടെന്നാണ് സനമി നിലം വിറപ്പിച്ചുകൊണ്ട് വരുന്നത്. അവനെ കാണുന്ന സെനിറ്റ്സു, അപ്പോ ഈ വയസ്സായവൻ ദേഷ്യത്തിലാണ്, അതുകൊണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടിന് പുറത്തും ഞങ്ങൾ അടി വാങ്ങണോ? ഇപ്പൊ ടാൻജിറോ സനമിയോട് ചോദിക്കും, നിങ്ങൾ എന്താ ഈ ചെയ്യാൻ പോകുന്നേ? നിങ്ങൾ എന്താ ഗെന്നിയെ കൊല്ലാൻ പോവാണോ? ഹേയ്, അവനെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല. എനിക്ക് വേണമെങ്കിൽ അവനെ ഈസി ആയിട്ട് കൊല്ലാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ നിയമങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ ബോഡി ഒരിക്കലും റിക്കവർ ആവാൻ കഴിയാത്ത രീതിയിൽ നശിപ്പിക്കും. എന്നാൽ ഒരു കാര്യം, നീ ഡീമൺ സ്ലെയർ കോർപ്പ് വിട്ട് പോയാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. നിങ്ങളെന്താ കളിക്കുകയാണോ? നിങ്ങൾക്കതിൽ യാതൊരു അവകാശവുമില്ല. അവനെ നിർബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അതുപോലെ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അനിയനില്ല എന്ന്. അതുകൊണ്ട് ഗെന്യ തിരഞ്ഞെടുക്കുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് തലയിടാൻ അവകാശമില്ല. അവന് കഴിവുണ്ടോ ഇല്ലയോ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അവൻ തീരുമാനിച്ചത് ഡീമൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനാണ്. നിങ്ങളിനി അവന്റെ ചേട്ടൻ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ അവനെ തൊടാൻ സമ്മതിക്കില്ല. അതിന് എന്താണെങ്കിലും ഗെന്യെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അപ്പർ മൂണിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളെ ഗെന്യെ തൊടാൻ സമ്മതിക്കില്ല എന്ന് ടാൻജിറോ പറയുമ്പോ സനമി പറയും, ഓ അങ്ങനെയാണോ? എന്നാൽ ഞാൻ ആദ്യം നിന്നെ അടിച്ച് നശിപ്പിക്കാം, നിനക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ എന്ന് പറഞ്ഞ് സനമി ഓടി വന്ന് ടാൻജിറോയുടെ വയറിനിട്ട് തന്നെ ഒരു പഞ്ച് കൊടുത്തു. എന്നാൽ ടാൻജിറോ അവന്റെ കൈ കൊണ്ട് ആ പഞ്ച് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ടാൻജിറോ കറങ്ങി തിരിഞ്ഞ് സനമിയുടെ കഴുത്തിനിട്ട് ഒരൊറ്റ ചവിട്ട്. അത് കണ്ട് കൂടി നിൽക്കുന്ന ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും ഷോക്കായി നിൽക്കും. പെട്ടെന്ന് ടാൻജിറോ സെനിറ്റ്സുവിനോട് വിളിച്ചു പറയും ഗെന്നിയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ. പെട്ടെന്ന് സനമി കറങ്ങി ടാൻജിറോയെ ചവിട്ടി. എന്നാൽ ടാൻജിറോ അതിൽ നിന്ന് മാറുന്നുണ്ട്. പക്ഷേ അവന്റെ ചെവി മുറിയും. എന്നിട്ട് സനമി ടാൻജിറോയോട് പറയും, നിനക്ക് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് നടത്തി തരാം. ഇപ്പൊ മാറി നിൽക്കുന്ന ഗെന്നി പറയും, ചേട്ടാ ടാൻജിറോയെ ഒന്നും ചെയ്യരുത്, അവൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് സെനിറ്റ്സോ ഇവിടേക്ക് വന്ന് ഗെന്നിയെ പിടിച്ചു കൊണ്ടുപോകുന്നു. നീ ആരാ? നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? നീ അവർ തല്ലുകൂടുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ അവൻ നിന്റെ ചേട്ടനാണല്ലേ, അവന് പ്രാന്താണ്. എനിക്ക് നിന്റെ കാര്യം ആലോചിച്ചിട്ട് സങ്കടം വരുന്നുണ്ട് എന്ന് സെനിറ്റ്സു പറയുമ്പോ
ഗന്യ എന്റെ ചേട്ടനെ നീ അപമാനിക്കരുത് എന്ന് പറഞ്ഞ് സെനിറ്റ്സുവിന്റെ കരണം നോക്കി ഒരു കുത്തു കൊടുത്തു. അതിനുശേഷം കാണിക്കുന്നത് സനമി ടാൻജിറോയെ എടുത്ത് അടിക്കുമ്പോൾ ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് അവരെ തടഞ്ഞു വെക്കും. പിന്നീട് ടാൻജിറോ പറയും കുറച്ചു സമയത്തിന് ശേഷം ആ ഫൈറ്റ് അവസാനിച്ചു. എന്നാൽ ഡീമൺ സ്ലേയർ കോർപ്പ് വിൻഡ് ഹാഷിരയുടെ കൂടെയുള്ള എന്റെ ട്രെയിനിങ് സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും പോകരുതെന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. എന്നാൽ എനിക്ക് അതിന്റെ അവസാനം ഗന്യയെയും സനമയെയും ഒരുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കാണിക്കുന്നത് കാട്ടിലൂടെ നടന്നു പോകുന്ന സെനിറ്റ്സുവിനെയും ടാൻജിറോയെയാണ്. ഇപ്പോൾ ടാൻജിറോ പറയും ഇത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ എന്റെ മാർക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ഈ ഒരു ട്രെയിനിങ് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അതിന് സെനിറ്റ്സു പറയും ഹേയ് ട്രെയിനിങ് കൊണ്ട് നിനക്ക് ഉപകാരമുണ്ട്. കാരണം നീ വിൻഡ് ഹാഷിരയുടെ കൂടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്തു. എന്തൊക്കെയായാലും ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്റ്റോൺ ഹാഷിരയുടെ വീട് എവിടെയാണ്, ഇനി എത്ര ദൂരമുണ്ട് അങ്ങോട്ട് എന്ന് പറയുന്ന സെനിറ്റ്സുവിന് അടുത്ത് എവിടെയോ ആയിട്ട് ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കും. അങ്ങനെ അവർ ആ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലായിട്ട് ഇനോസ്കയും ബാക്കി കുറച്ച് ഡീമൺ സ്ലേയേഴ്സും നിൽക്കുന്നു. അത് കാണുന്ന ടാൻജിറോയും സെനിറ്റ്സുവും ഷോക്കായി. അപ്പോൾ അവരുടെ പുറകിലുള്ള സ്റ്റോൺ ഹാഷിര പറയും നിങ്ങൾ നിങ്ങളുടെ ഹൃദയവും മനസ്സും വൃത്തിയാക്കിയാൽ നിങ്ങൾക്ക് തീ പോലും തണുപ്പായി തോന്നും. നിങ്ങൾ രണ്ടുപേർക്കും എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന് സ്റ്റോൺ ഹാഷിര വളരെ ഫയർ ആയിട്ട് പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: എന്തുകൊണ്ടാണ് സനമി തന്റെ കൈ കൊണ്ട് ഗന്യയെ കുത്താൻ വേണ്ടി പോയത്? അത് എന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതാണ്. സോ എല്ലാവരും മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.